രാവിലെ ഉണരുമ്പോൾ തളർച്ചയാണോ അതോ നല്ലൊരു ഉറക്കം ഇപ്പോഴും സ്വപ്നം മാത്രമാണോ? നിങ്ങളുടെ സുഖനിദ്രയ്ക്ക് കൂടെയുണ്ട് ആലുങ്കൽ ബെഡ് എംപോറിയം. ട്രെൻഡിംഗ് ആയ ലാറ്റക്സ് ബെഡുകളും മെമ്മറി ബെഡുകളും സ്പ്രിംഗ് ബെഡുകളും മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആലുങ്കൽ ബെഡ് എംപോറിയം, കുറുമല മാലക്കുളത്തിന് സമീപം, ചേലക്കര. ഫോൺ 9446937119 9544386365. ക്ഷീര കർഷകനും തോന്നൂർക്കര AUP സ്കൂളിലെ ജീവനക്കാരനുമായിരുന്ന നാരായണൻകുട്ടിയുടെ അപകട മരണത്തിൽ തകർന്ന കുടുംബം. കുടുംബത്തിന്റെ അത്താണിയായിരുന്ന നാരായണൻകുട്ടിയുടെ വേർപാടിൽ ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വലിയ പ്രതിസന്ധിയിൽ ആഴ്ന്നിരിക്കുകയാണ്. അച്ഛനൊപ്പം സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി നിന്ന മകൾ നന്ദിതയെ തേടിയെത്തിയത് അച്ഛന്റെ ആകസ്മിക വിയോഗ വാർത്ത. തോന്നൂർക്കര AUP സ്കൂളിലെ ജീവനക്കാരനായ നാരായണൻകുട്ടിയുടെ വേർപാട് ഒരു നാടിനെയും കുടുംബത്തെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സ്കൂളിലേക്ക് ഒപ്പം പോകാമെന്ന് പറഞ്ഞ് തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ട അച്ഛന്റെ ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ കുടുംബത്തിന്റെ കരച്ചിൽ കണ്ടുനിന്നവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു കുട്ടേട്ടൻ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന നാരായണൻകുട്ടി. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഇദ്ദേഹം. പ്രായമായ അച്ഛനമ്മമാരും ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ അതിരാവിലെ മുതൽ രാത്രി വൈകും വരെ നാരായണൻകുട്ടി കഠിനമായി അധ്വാനിച്ചിരുന്നു. പുലർച്ചെ തൊഴുത്ത് വൃത്തിയാക്കി കന്നുകാലികളെ പരിപാലിച്ച് പാൽ കറന്ന വീടുകളിലും കടകളിലും എത്തിച്ച ശേഷമായിരുന്നു ഇദ്ദേഹം സ്കൂളിലെ ജോലിക്ക് എത്തിയിരുന്നത്. എല്ലാവരോടും ചിരിച്ച മുഖത്തോടെയും സ്നേഹത്തോടെയും മാത്രം പെരുമാറിയിരുന്ന കുട്ടേട്ടന്റെ വിയോഗം ഉൾക്കൊള്ളാൻ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ സാധിച്ചിട്ടില്ല. കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അധ്യാപകരും PT അംഗങ്ങളും നാട്ടുകാരും കണ്ണീരണിഞ്ഞു. മക്കളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുമായി വിശ്രമമില്ലാതെ ജോലി ചെയ്തിരുന്ന നാരായണൻകുട്ടി ഭാര്യ വിനീതയെ സർക്കാർ ജോലിക്കായി PSC കോച്ചിങ്ങിന് അയച്ചിരുന്നതും ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു. കൂലിപ്പണിക്കാരനായ അച്ഛൻ നാരായണനും അമലക്ഷ്മിക്കുട്ടിക്കും താങ്ങും തണലുമായിരുന്നത് ഈ മകനായിരുന്നു. ഗൃഹനാഥന്റെ അപ്രതീക്ഷിത വേർപാടോടെ പൂർണ്ണമായും അനാഥമായ അവസ്ഥയിലാണ് ഈ കുടുംബം. എടപ്പാടത്തുള്ള വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ ജനപ്രതിനിധികളും അധ്യാപകരും സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ന്യൂസ് ഡെസ്ക് CCV.